ഹിന്ദു വിശ്വാസമനുസരിച്ച് തഥാസ്തു എന്നു പേരുള്ള ഒരു ദേവതയുണ്ട്. നമ്മുടെ മൂർധാവിൽ എപ്പോഴും അത് സ്ഥിതി ചെയ്യുന്നു. നമ്മൾ എന്ത് കാര്യം സ്വയം പറയുമ്പോഴും അത് തഥാസ്തു എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ പദത്തിനർത്ഥം അങ്ങനെ സംഭവിക്കട്ടെ എന്നാണ്. ഞാൻ എപ്പോഴും രോഗിയാണ്, എനിക്ക് വയ്യ, എനിക്ക് കാലുവേദനയാണ്, എനിക്ക് വയറുവേദനയാണ് എന്നൊക്കെ നിങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ദേവത നിങ്ങളെ അനുഗ്രഹിക്കുന്നത് തഥാസ്തു, അതങ്ങനെ സംഭവിക്കട്ടെ എന്നാണ്. ഇന്നു മുതൽ ഞാൻ ആരോഗ്യവാനാണ്, ഞാൻ ഹാപ്പിയാണ്, ഞാൻ സന്തോഷവാനാണ് എന്ന് നിങ്ങൾ നിരന്തരം പറഞ്ഞു നോക്കൂ. അപ്പോൾ അതുപോലെ സംഭവിക്കട്ടെ എന്ന് നിങ്ങളെ ആ ദേവത അനുഗ്രഹിക്കും. മനസ്സിലെ തെറ്റായ ചിന്തയാണ് എല്ലാ രോഗത്തിനും കാരണം. ഒരാഴ്ചയ്ക്കുള്ളിൽ മരിക്കുമെന്ന് ഡോക്ടർമാർ വിധി എഴുതിയ സ്റ്റീഫൻ ഹോക്കിങ്സ് എന്ന മഹാശാസ്ത്രജ്ഞൻ വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് മരിച്ചത്. അത് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം കൊണ്ടായിരുന്നു. ഒരു കഥയാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ വെച്ച് ഉച്ചസമയത്ത് ഒരു കുട്ടി കുഴഞ്ഞു വീഴുകയും അവനെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു. വിശദമായ പരിശോധനയിൽ വയറ്റിൽ വിഷം എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലായി. അബോധാവസ്ഥയിലായ അവനോട് കാര്യങ്ങൾ ചോദിച്ചറിയാൻ കഴിയാത്തതിനാൽ അവൻ അന്ന് കഴിച്ച ഭക്ഷണത്തെക്കുറിച്ച് കൂടെയുള്ളവരോട് അന്വേഷിച്ചു. അവൻ 10 മണിക്ക് കൂട്ടുകാരുടെ കൂടെ ബർഗർ കഴിച്ചിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ ബർഗറിൽ നിന്നാവും വിഷബാധ ഏറ്റിട്ടുണ്ടാവുക എന്ന് ചിന്തിച്ച് അനുമാനത്തിലെത്തി. എന്നാൽ ഈ വാർത്ത വളരെ പെട്ടെന്ന് കോളേജിൽ വ്യാപിക്കുകയും അന്ന് രാവിലെ ബർഗർ കഴിച്ച പലർക്കും തന്നെ ഛർദിയും കുഴഞ്ഞു വീഴുകയും അബോധാവസ്ഥയിൽ ആവുകയും ചെയ്തു. 100-ലധികം പേർ വൈകുന്നേരമാകുമ്പോഴേക്കും ഹോസ്പിറ്റലിലാവുകയും ചെയ്തു. എന്നാൽ രാത്രി ബോധം വന്നപ്പോഴാണ് ആദ്യം വീണ കുട്ടി പറഞ്ഞത്, ബർഗർ കഴിച്ചതുകൊണ്ടല്ല, ഞാൻ വിഷം കഴിച്ച് ആത്മഹത്യാശ്രമം നടത്തിയതാണെന്ന്. അപ്പോൾ നല്ല ബർഗർ കഴിച്ച ചിലർ എങ്ങനെ ആസന്ന നിലയിലായി? എങ്ങനെയാണ് ഇത്രയും പേർക്ക് ഛർദി വന്നതും അബോധാവസ്ഥയിലായതും കുറച്ചുപേർ ആസന്ന നിലയിലായതും? ഞാൻ കഴിച്ചത് വിഷമാണ് എന്ന് ശക്തമായി മനസ്സ് പറഞ്ഞാൽ അത് ശരീരത്തെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ആധുനിക ശാസ്ത്രം ഇന്ന് ഷുഗറിനും മറ്റും പുതിയ അളവുകോലുകൾ കൊണ്ടുവന്നു. യഥാർത്ഥത്തിൽ നിങ്ങൾ ആരോഗ്യവാനാണെങ്കിലും ഇന്ന് നിങ്ങളുടെ രക്തം പരിശോധിച്ചതിന് ശേഷം പ്രമേഹ രോഗിയാണ് എന്ന് ഡോക്ടർമാർ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സ് അത് ഏറ്റെടുക്കുകയും അന്നു മുതൽ ഒരു രോഗിയായി ജീവിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ഒരേ അളവുകോലല്ല വേണ്ടത്. പാരമ്പര്യം, ചെയ്യുന്ന ജോലി, സമുദ്രനിരപ്പിൽ നിന്ന് എത്ര ഉയരത്തിലാണ് താമസം, കഴിക്കുന്ന ഭക്ഷണം, മാനസികാവസ്ഥ എന്നതിനനുസരിച്ച് വ്യത്യാസമുണ്ടാവും. കൂടാതെ ഒരേ ദിവസം വിവിധ സമയങ്ങളിൽ വിവിധ ലാബിൽ എടുക്കുന്ന ടെസ്റ്റിൻ്റെ റിസൾട്ടും ഒന്നാകാത്തതിൻ്റെ കാര്യവും ഇതുതന്നെ. നല്ല മാനസികാരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് നല്ല പ്രതിരോധ ശേഷിയും പൂർണ്ണ ആരോഗ്യവും ഉണ്ടാവും. ആരോഗ്യം എന്ന വാക്കിൻ്റെ അർത്ഥം ശാരീരികവും മാനസികവും സാമൂഹികവും ആധ്യാത്മികവുമായ സുസ്ഥിരാവസ്ഥയാണ്.